ഒരുപക്ഷെ സാധാരണ സമയത്താണെങ്കിൽ ഇത്ര ഉണ്ടാവില്ല. ഈ സമയത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. സമയത്തിന്റെ പ്രത്യേകത ചൂട് കുറച്ച് കൂടിയിട്ടിരിക്കുകയാണല്ലോ. എല്ലാ തരത്തിലുള്ള ചൂടും കുറച്ച് കൂടിയ സമയമാണല്ലോ. അപ്പോ അന്തരീക്ഷത്തിന്റെ ഊഷ്മാവ് മാത്രമല്ല ഞാൻ പറഞ്ഞത്. അല്ല, പൊതുവിൽ എല്ലാ തരത്തിലും ഒരു ഊഷ്മാവ് കൂടി നിൽക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് വരാറായി. തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂട് വന്നു. അപ്പൊ പിന്നെ പല കാര്യങ്ങളും അംഗീകരിക്കാൻ, സമ്മതിക്കാൻ ശരിയാണെന്നുള്ളിൽ അറിയാമെങ്കിലും ഒരു വൈമനസ്യം കാണും. അങ്ങനെ സമ്മതിച്ചു കൊടുത്താൽ ശരിയാവില്ലല്ലോ എന്ന്. അപ്പൊ ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ രേഖകളുണ്ട്, വസ്തുതകളുണ്ട്. വസ്തുതകൾ സ്വയം സംസാരിക്കുന്നതാണ്. എന്താ ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത? ഒരിക്കൽ നടക്കില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളി ക്ലോസ് ചെയ്ത പദ്ധതിയാണ് 2021 തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത് എന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? 19/3/2020 തീയതി ഒന്നുകൂടി ശ്രദ്ധിക്കണം. 19/3/2020 ധനകാര്യ ഇൻഫ്രാസ്ട്രക്ചർ വകുപ്പ് അതിന്റെ അഡീഷണൽ സെക്രട്ടറിക്ക് വേണ്ടി അഡീഷണൽ സെക്രട്ടറി ആനി ജൂല തോമസ് കൊടുത്തൊരു കത്താണ്. കത്ത് MLAക്ക് കൊടുത്തതാണ്. അന്നത്തെ MLA ഞാനല്ല. 19/3/2020 ആ കത്ത് ഞാനൊന്നങ്ങ് വായിക്കാം. സൂചന കത്തിലേക്ക് സാദരം ശ്രദ്ധ ക്ഷണിക്കുന്നു. തൃത്താല മണ്ഡലത്തിലെ കരിയന്നൂരിലും സുശീലപ്പടിയിലും കിഫ്ബി വഴി റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനുള്ള താങ്കളുടെ അപേക്ഷ സൂക്ഷ്മ പരിശോധനകൾക്ക് ശേഷം ബഹുധനമന്ത്രിയുടെ ഉത്തരവോടെ പൊതുമരാമത്ത് വകുപ്പിന് കൈമാറുകയുണ്ടായെങ്കിലും മേൽ പ്രതിപാദിച്ച പദ്ധതി അംഗീകരിക്കാനാവില്ല എന്ന മറുപടിയാണ് ഭരണവകുപ്പിൽ നിന്ന്, അതായത് പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ കത്തിൽ പരാമർശിച്ച തൃത്താല മണ്ഡലത്തിലെ കരിയന്നൂരിലും സുശീലപ്പടിയിലും റെയിൽവേ ഓവർബ്രിഡ്ജ് കിഫ്ബി വഴി നിർമ്മിക്കുന്നതിന് പരിഗണിക്കുവാൻ നിർവാഹമില്ല എന്നറിയിക്കുന്നു. ഇത് 19/3/20 കൊടുത്തതാണ്. അതിന്റെ കാരണം നേരത്തെ ഇവിടെ ഇക്ബാൽ മാഷ് പറഞ്ഞു. കിഫ്ബി 10 കോടിക്ക് മുകളിലുള്ള പദ്ധതികളെ ഏറ്റെടുക്കും. അപ്പൊ പദ്ധതി നമ്മൾ തയ്യാറാക്കുമ്പോൾ കിഫ്ബിയുടെ മാനദണ്ഡത്തിനനുസരിച്ച് പദ്ധതി തയ്യാറാക്കണം. അവധാനതയോടെ തയ്യാറാക്കണം. ഇവിടെ ഇപ്പൊ നമ്മള് എത്രയാ കരിയന്നൂർ സുശീലപ്പടി മേൽപ്പാലത്തിന് സർക്കാർ അനുവദിച്ചെന്നറിയോ? 32.91 കോടി രൂപയാണ്. 32.91 കോടി രൂപ. അത്ര ബൃഹത്തായ ഒരു പദ്ധതിക്ക് 4,68,00,000 പ്രപ്പോസൽ സമർപ്പിച്ചപ്പോ കിഫ്ബി വഴിയെടുക്കാൻ അതിന് അർഹമല്ല എന്ന് പറഞ്ഞ് നിരസിച്ചതാണ് ഇത് 2020. പിന്നെയോ 2021 തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ പദ്ധതി സമർപ്പിച്ചു. അതില് ഭരണാനുമതി കിട്ടുന്നത് 3/9/2021. അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 21 മെയ് 2 റിസൾട്ട് വന്നു. 4 മാസം കഴിഞ്ഞപ്പോ സെപ്റ്റംബർ 3 ഭരണാനുമതി കിട്ടി. ഭരണാനുമതിയായി ആദ്യത്തെ സ്റ്റെപ്പ്. അന്ന് ഞാൻ കേരള നിയമസഭയുടെ സ്പീക്കറാണ്. വേറെ ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടായതല്ല, ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടായതാണ്. അതിനുശേഷം പരിസ്ഥിതി ആഘാത പഠനം നടത്തണം. പരിസ്ഥിതി ആഘാത പഠനം എളുപ്പമുള്ള കാര്യമല്ല, ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അത് 2022 പൂർത്തിയാക്കി. അത് കഴിഞ്ഞ് സാമൂഹിക ആഘാത പഠനം. ഭൂമി ഏറ്റെടുക്കുന്ന ഏത് പദ്ധതിക്കും എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഉണ്ട്, സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് ഉണ്ട്. സാമൂഹിക ആഘാത പഠനവും നടത്തി. അത് കഴിഞ്ഞോ സ്ഥലം എത്ര വേണം എന്ന് കണക്കാക്കണം. അതിൽ എത്ര വീട് പോകും, എത്ര മരങ്ങൾ പോകും,
എത്ര കെട്ടിടങ്ങൾ പോകും, ഓരോ മരത്തിനും പൈസയുണ്ട്. ഇത് മുഴുവൻ വിശദമായിട്ട് കണക്കാക്കണം. ഈ പ്രക്രിയ 2023-ലും 2024-ലുമായി പൂർത്തിയായി. അതാണ് ഇവര് ചെയ്തത്. ലാൻഡ് അക്വിസിഷന്റെ നടപടി. അതിൽ കെട്ടിടങ്ങൾ PWD നോക്കും. അതെ, PWD ആണ് കെട്ടിടങ്ങൾ നോക്കുക. പോകുന്ന ഓരോ കല്ലിനും പൈസയുണ്ട്. അത് കഴിഞ്ഞു നടപടിക്രമം, ഒരുപാട് നോട്ടിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. നടപടിക്രമങ്ങൾ വളരെ നീണ്ടതാണ്. 4-1 നോട്ടിഫിക്കേഷൻ ഇറക്കണം. അത് കഴിഞ്ഞാൽ 6-1 ഉണ്ട്, 11-1 ഉണ്ട്, 19-1 ഉണ്ട്. ഈ നോട്ടിഫിക്കേഷനുകൾ, ഈ ഓരോ നോട്ടിഫിക്കേഷനുകൾക്കിടയിലും എത്രയും മൊത്തം സമയം? രണ്ടിന് ഓരോ 11-1 നോട്ടിഫിക്കേഷൻ ഇറങ്ങി. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് 19-1 ഇറക്കാൻ പാടൂ. നിയമത്തിൽ അങ്ങനെയാണ്. അതിനുള്ളിൽ ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കണം. അതാ ഞാൻ പറഞ്ഞ അനേകം നൂലാമാലകളുണ്ട് എന്നുള്ളത്. അനേകം നൂലാമാലകളുണ്ട്. അതിനിടയിൽ എന്തെങ്കിലും ഒരു സാങ്കേതിക പ്രശ്നം വന്നാൽ അത് വീണ്ടും നീണ്ടുപോകും. പക്ഷെ നമ്മള് നിയമം അനുശാസിക്കുന്ന സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റും, നീണ്ടുപോകാതെ തന്നെ. അതെല്ലാം കഴിഞ്ഞു. സ്ഥല ഉടമകളെ കണ്ടെത്തി. അപ്പൊ അതിൽ ചില പരാതി വന്നിരുന്നു. ആ പരാതി എനിക്ക് ഓർമ്മയുണ്ട്. ഒരു വനിത, അവരുടെ ഒരു പരാതി. അതിനുവേണ്ടി മാത്രം തിരുവനന്തപുരത്ത് ഞാൻ പ്രത്യേക യോഗം വിളിച്ചു. RPTCക്കാരും ലാൻഡ് അക്വിസിഷൻകാരും എല്ലാവരും ചേർന്ന് യോഗം വിളിച്ചു. ഒറ്റ ആളുടെ പരാതിയിൽ യോഗം വിളിച്ചു. ന്യായമായ പരാതിയായിരുന്നു. ആളുകൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ന്യായമായ പരാതിയായിരുന്നു. അത്ര സൂക്ഷ്മമായിട്ടാണ് ഇടപെട്ടത്. ഒരാളുടെ പരാതിയല്ലേ എന്ന് വെച്ച് ഗൗനിക്കാതെ പോവുകയല്ല. പ്രത്യേക മീറ്റിംഗ്, ഉദ്യോഗസ്ഥരെല്ലാം പാലക്കാട്ട് നിന്ന് വരേണ്ടവർ അവിടെ വന്നു. എല്ലാവരും വന്നു. ആ പരാതി പരിഹരിച്ചു. അവർക്ക് കൂടി ബോധ്യമായ നിലയിൽ അത് പരിഹരിച്ചു. ആളുവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് ഈ സ്ഥലത്തിന്റെ മൂല്യം, അതുപോലെ വീടിന്റെ മൂല്യം, ഇതൊക്കെ നിശ്ചയിച്ച് സ്ഥലമുടമകളുടെ മീറ്റിംഗ് വിളിച്ചു. കാരണം ഓരോ ഘട്ടത്തിലും കുത്തിത്തിരിപ്പുണ്ടാവുമെന്ന് മുൻകൂട്ടി കണ്ടിരുന്നു. കാശ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്ന് കണ്ടിരുന്നു. ഞാനും ജില്ലാ കളക്ടറും കൂടി ഈ സ്ഥലമുടമകളുടെ മുഴുവൻ മീറ്റിംഗ് വിളിച്ചു. നമ്മുടെ ബാങ്ക് ഹാളിലാണ് വിളിച്ചത്. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ അതിലുണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ തഹസിൽദാർ ഉണ്ടായിരുന്നു, കളക്ടർ ഉണ്ടായിരുന്നു. കാര്യങ്ങൾ അവരോട് വിശദീകരിച്ചു. ഓരോരുത്തരുടെയും എത്ര സ്ഥലമാണ് എടുക്കുന്നത്, ഓരോരുത്തർക്കും കിട്ടുന്ന നഷ്ടപരിഹാരം എത്രയാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു, പൈസ നിങ്ങളുടെ അക്കൗണ്ടിലെത്താൻ ചിലപ്പോൾ 1-2 മാസം എടുക്കും. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ സമ്മതപത്രം എഴുതി തന്നാലേ നമുക്ക് മറ്റ് നടപടികൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം ഭൂമി ഏറ്റെടുക്കാതെ മറ്റ് നടപടികളിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അവരുടെ മുമ്പിൽ ഒരു അപേക്ഷ വെച്ചു. കാശ് കിട്ടുന്നതിന് മുമ്പേ നിങ്ങൾ ഭൂമി വിട്ടു തരണം. എളുപ്പമുള്ള കാര്യമല്ല. പണം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, സർക്കാരിനെയും വിശ്വസിക്കാം. പണം നിങ്ങൾക്ക് തരും. സർക്കാർ നിങ്ങളുടെ ഭൂമി അടിച്ചു മാറ്റില്ല. ഇപ്പോ ഭൂമി വിട്ടു തന്നാൽ മറ്റ് പേപ്പർ വർക്കെല്ലാം പൂർത്തിയാക്കി ടെൻഡറിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ നമുക്ക് 1-2 മാസം ലാഭിക്കാം. 21 സ്ഥലമുടമകളും സമ്മതപത്രം എഴുതി തന്നു എന്ന് സന്തോഷത്തോടു കൂടി ഞാൻ പറയുന്നു. അത് ഈ സർക്കാരിലുള്ള വിശ്വാസമായിട്ടാണ് ഞാൻ കാണുന്നത്. സർക്കാർ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും എന്ന ഉത്തമ വിശ്വാസത്തിലാണ് സ്വന്തം ഭൂമി ചില്ലിക്കാശ് കിട്ടാതെ സർക്കാരിന് വിട്ടുതരാൻ സമ്മതപത്രം എഴുതിയിട്ട് തന്നത്. ആ സമ്മതപത്രം പ്രകാരം മറ്റ് നടപടികൾ ആയിട്ട് മുന്നോട്ട് പോയി. അപ്പൊ ഒരു ചോദ്യം ഇപ്പൊ വന്നു, ടെൻഡർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണെന്നറിയോ? ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാവുമ്പോഴേ ടെൻഡർ നടപടികളിലേക്ക് കിടക്കാൻ പറ്റും. പക്ഷേ സാങ്കേതിക അനുമതി കിട്ടി. ഇനി ടെൻഡർ 11-ാം തീയതി, ഈ മാർച്ച് 11-ാം തീയതി ടെൻഡർ ഫ്ലോട്ട് ചെയ്യും. ടെൻഡർ ചെയ്താൽ 15 ദിവസം, 1 മാസം എത്രയാണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞാൽ തുറക്കും. അപ്പൊ ഏത് കമ്പനിക്കാണ് ടെൻഡർ കിട്ടിയത് എന്നറിയും. അവർ നിർമ്മാണം ആരംഭിക്കും. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരും എന്നതുകൊണ്ട് ഈ ചടങ്ങ് അപ്പൊ നടത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ നടത്തുന്നത്. അത് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയൊക്കെ ചെയ്തിട്ട് ഈ കാര്യം ജനങ്ങളോട് വിശദീകരിക്കണ്ടേ? അതിനുവേണ്ടി തന്നെയാണ് ഇപ്പൊ ഈ ചടങ്ങ് നടത്തുന്നത്. അപ്പോ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാകുമ്പോഴേക്കും
ടെൻഡർ കഴിഞ്ഞ് ഏജൻസി ഇത് പാലം നിർമ്മിക്കുന്ന കമ്പനി അവരുടെ നടപടികൾ ആരംഭിച്ചിരിക്കും. 11-ാം തീയതി ടെൻഡർ ഫ്ലോട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അത്ര ഉറപ്പും വിശ്വാസവും ഉള്ളതുകൊണ്ടാണ് ഇത്രത്തോളം ഇത് എത്തിക്കുക. 4,8,126 രൂപ ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇനി സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. സർക്കാരിന്റെ 4 കോടി വെറുതെ എടുത്ത ആൾക്കാർക്ക് കൊടുക്കും, എന്നിട്ട് പിന്നെ പാലുപേക്ഷിക്കും. അത് നടക്കുന്ന കാര്യമാണ്. കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും അത് പറയൂ? എന്തെല്ലാം കാരണമുണ്ട്, അസഹിഷ്ണുത ഉണ്ടെന്ന് വിചാരിക്കാൻ. ഇമാതിരി ഒരു വിവരക്കേട് പറഞ്ഞ് സ്വയം പരിഹാസ്യരാവാൻ ആരെങ്കിലും ശ്രമിക്കും? 4 കോടി അക്കൗണ്ട് കിട്ടിയ ആൾക്കാർ ഇവിടെ ഇരിക്കില്ലേ? അവരെവിടെ ആദരിക്കുന്നില്ലേ? ആദരിക്കുന്നുണ്ട്, നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുന്നുണ്ട്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ